ഹായ് ഫ്രണ്ട്സ്. അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെയല്ലേ ഇരിക്കുന്നത്. അപ്പം നമ്മളൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഹാപ്പിയാണോ? അപ്പം നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് ഒരു ഇഷ്ടമൊക്കെ തോന്നണം അല്ലേ, എന്നാലും മാത്രമേ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് പോകുമ്പോൾ മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, എനിക്ക് ഒരു പരിഗണന തരുന്നില്ല, അങ്ങനെ നൂറായിരം കാര്യങ്ങളായിരിക്കും നമ്മുടെ മൈൻഡിൽ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ മറ്റുള്ളവർക്കും അതുപോലെ ഒരു ഇഷ്ടം നമ്മളോട് തോന്നണം. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാനപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അന്നേരം എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്, പക്ഷേ അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല അല്ലേ. ഇപ്പോൾ പറയുന്ന ഞാൻ പോലും അധികം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. പിന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടി പക്ഷേ ഇപ്പം ഓക്കെ ആയി അല്ലേ. അതുപോലെ തന്നെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. അല്ലേ നമ്മൾ പറയുന്നത് കേട്ടില്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയത്തില്ലേ. നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോഴുള്ള ആ തോന്നുന്ന ആ ഒരു സ്നേഹം, ആ ഒരു സ്നേഹം വേണം. ചിലപ്പം നമുക്കത് തോന്നുമ്പോൾ ഒരാളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമൊക്കെ തോന്നും. അതെന്താണെന്ന് ഞാൻ പറയാം, അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ വെറുപ്പായിരിക്കും തോന്നുന്നത് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾക്ക് ആദ്യമേ നമ്മൾ ഒരാളുടെ അടുത്ത് മിണ്ടാൻ ചെല്ലുമ്പോഴും നമ്മൾ ഒരാളെ കാണുമ്പോഴുള്ള ആ ഒരു സ്നേഹം അത് അങ്ങനെ തന്നെ നിലനിന്ന് പോകാൻ കുറച്ച് ടിപ്പുമായിട്ടാണ് വന്നത്. ഇപ്പോൾ തന്നെ നമ്മളാണെങ്കിലുണ്ടല്ലോ, ഇപ്പം ഒരു സ്ഥലത്തോട്ട് പോവുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തോട്ട് ഇപ്പം പോകുമ്പം കുറേ ആൾക്കാർ അവിടെ നിൽക്കും. അപ്പോൾ ഈ ആൾക്കാർ എടുത്തോട്ട് നമ്മൾ ഇപ്പോൾ ഒന്നാമത്തെ ടിപ്പാണ് പറയുന്നത്, ആൾക്കാർ എടുത്തോട്ട് നമ്മളിപ്പം ചെല്ലുമ്പം നമ്മൾ ഒന്നും ചെറിയ നമ്മളെ അറിയുന്നവരായിക്കോട്ടെ അറിയാത്തവരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നമ്മൾ അന്നേരം ഒരു ചെറിയ ഒരു പുഞ്ചിരിയായിട്ട്, അതായത് നമ്മുടെ മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ല ഈ ചെറുതായിട്ടൊന്ന് ചിരിച്ച് ആ ഒരു രീതിയിൽ നമ്മളെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ആൾക്കാർ നോക്കും, ഈ കൊച്ച് അറിയത്തില്ല പക്ഷേ ഈ കൊച്ച് ചിരിക്കുന്നുണ്ട്, ഈ കൊച്ച് ഏതാ, അങ്ങനെ ഒരു ചിന്ത വരും. അതേസമയം നമ്മുടെ മുഖമെല്ലാം കൂടെ വീർപ്പിച്ച് മസിലും കൂടെ കയറ്റി ദേഷ്യ ഭാവത്തിലൊക്കെ പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു പോലും നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ല അല്ലേ. അപ്പം നമ്മളെ അറിയാവുന്നവരെല്ലാം അറിയാത്തവരാണെങ്കിലും നമ്മൾ ഇപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യത്തിന് എന്തെങ്കിലും പോകാൻ ആൾക്കൂട്ടത്തിലൊക്കെ ഒന്ന് പോകാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചിരിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നും വരാനില്ല. എല്ലാവരും പറയുന്നത് ചിരി ഒരു മരുന്നാണെന്ന് പറയുന്നത് പോലെ അങ്ങ് കടകടാന്ന് ചിരിച്ച് ഭ്രാന്തരാണെന്ന് പറയും. അതല്ല ഞാൻ പറഞ്ഞത്, തെളിഞ്ഞൊരു മുഖത്തോടുകൂടി മുഖമെല്ലാം വലിച്ച് ദേഷിച്ച ഭാവത്തോട് നോക്കാതെ ഒന്ന് സ്മൈലായിട്ട് ഒന്ന് ചെറിയ പുഞ്ചിരിയൊക്കെ തൂക്കി ഒന്ന് പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കെന്താ ആ ഇടയിൽ നമുക്കൊരു ഇമ്പ്രഷനാണ് അല്ലേ. ആൾക്കാരൊന്ന് നോക്കുകയും ചിരിക്കുകയും ചിലപ്പം ഒന്ന് നമ്മളോട് പുഞ്ചിരിക്കാത്ത ആൾക്കാർ പോലും നമ്മളൊന്ന് ചിരിച്ച മുഖത്തോട് ഇങ്ങനെ നോക്കുമ്പോൾ അവരൊന്ന് ചിരിക്കുമെങ്കിലും ചെയ്യും. അപ്പോൾ അതാണ് ഒന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിങ്, നമ്മൾ ഇപ്പം എന്താ ചോദിക്കുന്നത്, എന്നാൽ ഡ്രസ്സിങ് നല്ല രീതിയിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ മരിപ്പ് വീട്ടിൽ പോയിട്ട് കല്യാണത്തിന് ഇടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെല്ലുന്ന അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മൾ ഏതൊരു ഫംഗ്ഷന് പോയാലും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല കാണുമ്പോൾ തന്നെ ഒരു ആഠ്യത്വം തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മൾ പോകേണ്ടത്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെല്ലുമ്പം തന്നെ നമ്മൾ ചിരിച്ച മുഖവുമായിട്ടും ആ ഡ്രസ്സിങ്ങിൻ്റെ ആ ഒരു രീതികളുമൊക്കെ ചെല്ലുമ്പം തന്നെ ഈ നമ്മൾ അതുപോലെ തന്നെ മൂന്നാമതെന്ന് പറയുന്നത് നമ്മുടെ സംസാര രീതിയാണ് കേട്ടോ. അപ്പം നല്ല ചിരിച്ച മുഖമായിട്ട് പോകണം, അല്ലാതെ വലിച്ചു മുറുക്കള മുഖത്തിൽ പോകരുത്. നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ നല്ല രീതിയിലൊക്കെ വൃത്തിയായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകണം. അതുപോലെ തന്നെയാണെങ്കിൽ പിന്നെ സംസാര രീതികൾ സൗമ്യമായിട്ട്, റെസ്പെക്റ്റ് ചെയ്യേണ്ട ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്ത് തന്നെ നമ്മൾ അവരോട് സംസാരിക്കണം. സൗമ്യമായിട്ട് നല്ല രീതിയിൽ വലിയ ചേഷ്ടകളൊന്നും മുഖത്ത് കാണിക്കാതെ, ഇപ്പം ചിലവരൊക്കെ ഇപ്പം നമ്മളോട് സംസാരിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെയോ രീതിയിലുള്ള ചേഷ്ടകളൊക്കെ കാണിച്ച് ചില ആൾക്കാർ നമ്മൾ അതൊന്നും ഇല്ലാതെ നല്ല മാന്യമായിട്ട് നല്ല കൂളായിട്ട് നല്ല രീതിയിൽ സൗമ്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യേണ്ട അത് ചെയ്ത് ആ സംസാര രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അപ്പുറത്ത് അത് കേൾക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരു പോസിറ്റീവ് എനർജി തോന്നും. അപ്പം നമ്മളോട് സംസാരിക്കാനും നമ്മുടെ ഒരു സൗഹൃദം അവരെ ഇഷ്ടപ്പെടാനും അവർ ഒരുപാട് ആഗ്രഹിക്കും. അപ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാകും, നമ്മളോട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് അതുപോലെ തന്നെ നമ്മൾ അവരോട് സംസാരിക്കുന്നതും അവർ പറയുന്നതും നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടെ അത് അവർക്ക് തോന്നണം. അങ്ങനെയും കൂടെ ഒരു കാര്യമുണ്ട് കേട്ടോ. അല്ലാതുകൊണ്ട് ഈ പറഞ്ഞ തെളിഞ്ഞ മുഖത്തോടു കൂടിയോ അല്ലെങ്കിൽ എന്താ പറയുക ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാം അടിപൊളിയാക്കി ആയിട്ടിട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് സംസാരം ലെവലായില്ല,
നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ കടിച്ചു കയറിയുള്ള സംസാരത്തിലൊക്കെയാണ് നമ്മൾ അവരോട് സംസാരിക്കുന്നത്, മിങ്കിൾ ചെയ്യുന്നതെങ്കിലുണ്ടല്ലോ അവർ തിരിഞ്ഞു പോലും നമ്മളെ നോക്കത്തില്ല. പിന്നെ ഒരു വെറുപ്പോടുകൂടി ആയിരിക്കും നമ്മളെ അവർ കാണുന്നത്. അപ്പോൾ സംസാര രീതിയും കൂടി ഒന്ന് നേരെയാക്കണം. അത്യാവശ്യം നല്ല സൗമ്യമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആകണം കേട്ടോ. അപ്പം നമ്മൾ അവരെയും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവർക്കും തോന്നണം. അതേ ലെവലിലായിരിക്കണം നമ്മുടെ. അപ്പം ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു വീട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നമ്മുടെ സ്വഭാവവും നമ്മുടെ സംസാര രീതിയും നമ്മുടെ പെരുമാറ്റവും കൊണ്ടായിരിക്കും നമ്മൾ അവിടെ വീട്ടിലെ അംഗങ്ങളെ അല്ലായിരിക്കും. പക്ഷേ ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് കൂടിയേ പറ്റും. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക, മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കത്തുള്ളൂ. ഇപ്പം ആ വീട്ടിൽ പോയി ഇപ്പം അവരുടെ അടുക്കളയിൽ വരെ കയറി ചെന്ന ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് സ്വന്തമായിട്ട് എടുത്ത് കുടിക്കാം എന്ന് ചില വീട്ടുകളിലൊക്കെ നമുക്ക് അത്രയ്ക്ക് സ്വാതന്ത്ര്യം നമുക്ക് തരുമല്ലോ ചില വീട്ടുകളിലൊക്കെ. അപ്പോൾ അത്രയ്ക്കും ഒരു സ്വാതന്ത്ര്യം അവർ നമുക്ക് തരുന്നതെങ്കിൽ അവർ അതുപോലെ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കണം. അപ്പം നമ്മളിൽ അത്രയും ഗുണങ്ങളുണ്ടെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടല്ലേ അവർ നമ്മളെ അത്രയും സ്നേഹിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. എന്താ പറയുക, നമ്മളെ മറ്റുള്ളവർ നമ്മളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് കാണുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ആകും അല്ലേ. അല്ലാതെ കൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പം തന്നെ അവർക്കൊരു ഇറിറ്റേറ്റ് ആവുകയും അവർ എണ്ണിച്ച് പോവുക, നമുക്കൊരു എന്താ പറയുക, നമുക്ക് സംസാരിക്കാനൊരു സ്പേസ് തരാതെയോ അല്ലെങ്കിൽ മുഖം വീർപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും മനസ്സിലും അല്ലേ. അപ്പം എന്താ പറയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൊച്ചു കൊച്ചു ടിപ്സാണ് കേട്ടോ. അപ്പം എൻ്റേതായിട്ടുള്ള ടിപ്സാണ്. നിങ്ങൾക്ക് എന്തുമാത്രം ഉപയോഗപ്രദമാകും എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം റിസൾട്ട് എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോസ് നാളെ കാണാം. അപ്പം ടാറ്റാ, ബൈ, സീ യു.